ഹായ് ഫ്രണ്ട്സ്, ഈ ദീപാവലിക്ക് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഡിഷായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കോക്കനട്ട് ബർഫി. 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ഡിഷ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം തന്നെ ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് കോക്കനട്ട് ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ കണ്ടൻസ്ഡ് മിൽക്കിലും പാലിലും നമ്മുടെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇപ്പോൾ അതേ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇതുപോലെയുള്ള സ്ക്വയർ ഷേപ്പിലുള്ള മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. ബട്ടർ പേപ്പർ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു സ്റ്റിക്കിനെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നത്. നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സ് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടോട് കൂടിയിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് ഈവൺ ആക്കിയിട്ട് എടുക്കണം. ഇതേപോലെ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഇത് ഈവൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പിസ്താഷ്യൂസും ആൽമണ്ട് ഫ്ലേക്സും ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് ഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂസോ അല്ലെങ്കിൽ ബദാം നീളനെ കട്ട് ചെയ്തിട്ടായാലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഈവനായിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടാനാണ് ഞാൻ പ്രസ് ചെയ്ത് കൊടുത്തത്. ഇനി നിങ്ങൾക്കിത് നേരെ തിരിച്ചായാലും ചെയ്യാം. ആദ്യം നട്ട്സ് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഈ മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോക്കനട്ട് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ദീപാവലിക്ക് ഈ സ്വീറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോക്കനട്ട് ബർഫിയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും പിന്നെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്